പഹൽഗാം കൂട്ടക്കൊലയെ തുടർന്ന് ഇന്ത്യയിലെമ്പാടും NIA-യും നമ്മുടെ അന്വേഷണ ഏജൻസികളും കാര്യക്ഷമമായി ഉഴുതുമറിക്കുകയാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, ഇന്ത്യയിൽ പാക് ചാരസംഘടനയായ ISI-യുടെ 500-ലധികം ഏജൻറ്റുമാരുണ്ട്, സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഈ പാക് ചാരസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള വിവരവും പുറത്തു വന്നിരിക്കുന്നു. ഈ ചാരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മാഡം N എന്നറിയപ്പെടുന്ന ഈ സ്ത്രീയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. എന്താണ് സാർ, ഇന്ത്യയിലെമ്പാടും ഈ ISI പിടിമുറുക്കിയോ? എന്താണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നത്? അന്വേഷണ ഏജൻസികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ അന്വേഷണ ഏജൻസി എന്ന് പറയുന്ന RAW, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ, ഇതൊക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പഹൽഗാം ആക്രമണം എന്തുകൊണ്ട് ഇൻ്റലിജൻസ് ഫെയിലുവർ അല്ല എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അല്ല, കാരണം ഒരൊറ്റ ഇൻ്റലിജൻസ് ഏജൻസിക്കും എല്ലാ വരാൻ പോകുന്ന ദുരന്തങ്ങളെയും മുൻകൂട്ടി കാണാൻ പറ്റുകയില്ല. അമേരിക്കയ്ക്ക് അത് കഴിഞ്ഞിരുന്നെങ്കിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ആക്രമിക്കപ്പെടില്ലായിരുന്നു. മൊസാദിന് അത് കഴിഞ്ഞിരുന്നെങ്കിൽ NIV വിമാനത്താവള ട്രാജഡി ഉണ്ടാവുകയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒക്ടോബർ 7-ൻ്റെ പാലസ്തീൻ ആക്രമണം ഉണ്ടാകുമായിരുന്നില്ല. റഷ്യയ്ക്ക് പോലും, റഷ്യയുടെ KGB പോലും അത് കഴിയാത്തത് കൊണ്ടല്ലേ റഷ്യക്കെതിരായിട്ടുള്ള വലിയ പ്രവർത്തനം CIA കാഴ്ചവെച്ചു. ഒടുവിൽ ഉക്രൈൻ റഷ്യയെ എത്രയോ വിമാനങ്ങൾ തകർത്തു. സൈബീരിയ $1 നഷ്ടമാണ് റഷ്യക്ക്. സൈബീരിയയിൽ 35 വിമാനങ്ങളാണ് അവർ തകർത്തത്. അതങ്ങനെ ഇത് ഫുൾ പ്രൂഫ് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഒരെണ്ണം സംഭവിക്കുമ്പോൾ 10,100,000 എണ്ണം ഇതുപോലത്തത് തടഞ്ഞിരിക്കുകയാണ് ഏജൻസി എന്നാണ്. അപ്പോൾ ഒരു തരത്തിൽ ഈ ഇൻ്റലിജൻസ് സംവിധാനം എന്ന് പറയുന്ന 100% അത് നേട്ടം കൊയ്യുന്നതല്ല. നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ലഭിക്കുന്ന മാർക്കിൻ്റെതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഏതൊരു പരീക്ഷയായാലും ശരി, വിവിധ വിഷയങ്ങളടങ്ങുന്ന ഒരു സിലബസ് ഫോളോ ചെയ്യുമ്പോൾ 1000 മാർക്കും ആർക്കും കൊടുക്കാറില്ല. 1000-ന് അടുത്തൊരു 996 എന്നൊക്കെ പറയുന്നതാണ് ടോപ്പ് സ്കോറായി വരിക. അത്തരം ടോപ്പ് സ്കോർ നേടിയ ഒരു ഇൻ്റലിജൻസ് ഏജൻസിയാണ് ഈ RAW എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്ന പാകിസ്ഥാനിൽ ഒരു സുന്ദരി നടത്തിയ ചാരപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വളരെ നിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. ഈ 500 പേരുടെ സ്ലീപ്പർ സെൽ ഇന്ത്യയിലായിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഏജൻസി കണ്ടുപിടിക്കുകയാണത്. 500 പേരുടെ ഒരു സ്ലീപ്പർ സെൽ തയ്യാറാക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഈ സ്ത്രീ ആസൂത്രണം ചെയ്തിരിക്കുകയാണെന്നാണ് കണ്ടെത്തിയത്. അങ്ങനെയാണ് അതിനൊരു പ്ലാൻ. അത് പൊളിച്ചു ഈ ഏജൻസി. അതാണ് അതിൻ്റെ വിജയം. ഈ 500 പേരും ഈ ചാരപ്രവർത്തനം ഇന്ത്യയുടെ നേട്ടമാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിലൂടെ ചൈനയിലേക്ക് പോകും. അപ്പോൾ 2 ശത്രു രാജ്യങ്ങൾ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ, അവർക്ക് തന്ത്രപരമായിട്ടൊരു വിജയം കൊയ്യാനുള്ള അവസരം നമ്മൾ വെച്ചു കൊടുക്കുക. അതിനു മുമ്പേ ഇത് തടഞ്ഞു, മുളയിലേ നുള്ളിക്കളഞ്ഞു. ആ മുട്ട വിരിയുന്നതിന് മുമ്പേ അതിൻ്റെ ഭീകര പ്രവർത്തനമോ അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള ഒരു സാഹചര്യമോ വരുന്നതിന് മുമ്പേ അത് പ്രിവെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രീഎംപ്റ്റ് ചെയ്തു. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സർ, ഈ സ്ത്രീയാണോ ഈ മാഡം N എന്നറിയപ്പെടുന്നത്? അതെ, മാഡം N എന്നുള്ള പേരിലാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരുപാട് സുന്ദരിമാരുള്ള ഒരു രംഗമാണ് ഈ ചാരവലയം എന്ന് പറയുന്നത്. മാതാഹരി എന്ന് പറയുന്ന ഡബിൾ ഏജൻറ്റ്, അമേരിക്കയുടെയും അതേസമയം റഷ്യയുടെയും ഏജൻ്റായിട്ട് പ്രവർത്തിച്ച മാതാഹരി എന്ന് പറയുന്ന ചാരചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള സുന്ദരിമാരുടെ, നമ്മുടെ ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ കാണുമല്ലോ ചാരസുന്ദരികളെ. അപ്പോൾ അത്തരം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു പ്ലെയറാണ് ഇതിനകത്ത്. ഇതുപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഉന്നത പൊസിഷനുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ വലവീശാനും വീഴ്ത്താനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിൻ്റെ പിന്നിൽ ഈ കിടപ്പറ രഹസ്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വല്ലാത്തൊരു വലയമാണ്. ആ ഒരു വലയത്തിൽ നിന്നാണ് ഈ രഹസ്യത്തിൻ്റെ മുത്തുകൾ ഇന്ത്യയുടെ ഏജൻസികൾ അതും കണ്ടെത്തുന്നതും ചാരപ്രവർത്തനം വഴിയാണ്, സംശയമില്ല. അപ്പോൾ ഈ സ്ത്രീയുടെ പേര്, ശരിയായിട്ടുള്ള പേര് നഷാബ ഷെഹ്സാദ് എന്നാണ് അവരറിയപ്പെടുന്നത്. നഷാബ ഷെഹ്സാദ് എന്നാണ്. ശരിക്കും ഈ പാക് ISI-യുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ISI-യുമായിട്ട് ISI-യുടെ ഒരു ഏജൻ്റാണ്, സ്റ്റാഫല്ല, അതിൻ്റെ ഒരു ഏജൻ്റാണ്. അങ്ങനെ ഒരുപാട് ഏജൻറ്റുമാരുണ്ട്. ഈ ഇൻഫോർമർമാർ എന്ന് പറയുന്നത് പോലെ അതിൽപ്പെട്ട ഒരു ഏജൻ്റാണ് ഇവർ.
അതുപോലെ മാഡം എൻ എന്നാണ് ഇവർ വിപുലമായിട്ട് അറിയപ്പെടുന്നത്. ബ്ലോഗർമാരെല്ലാവരെയും മാഡം എൻ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും ഇവരൊരു പവർ ബ്രോക്കറാണ്, ഒരു അധികാര ദല്ലാളാണ്. ഏത് കാര്യം വേണമെങ്കിലും ഇവർ വിചാരിച്ചാൽ സാധിക്കും. ഇതിന് കാരണങ്ങൾ മൂന്നാണ്. ഒന്നാമത്, ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സിവിൽ സർവീസിൽ ഉന്നത ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ പാകിസ്ഥാനിലെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥ ശ്രേഷ്ഠന്മാരെയും ഉന്നതന്മാരെയും എല്ലാം പരിചയമുണ്ട്. രാഷ്ട്രീയക്കാരെയും അധികാര കേന്ദ്രങ്ങളെയും ഒക്കെ പരിചയമുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയിലെ പാക് എംബസിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയെല്ലാം ഇവർ കൈക്കലാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള ഫസ്റ്റ് സെക്രട്ടറി സുഹൈൽ ഖൗമർ എന്ന് പറയുന്ന ആൾ ഇവരുടെ ദോസ്താണ്. അദ്ദേഹത്തിനാണെങ്കിൽ വീസ ഇൻ ചാർജാണ്. പാകിസ്ഥാനിലേക്ക് വീസ ഒരുക്കി കൊടുക്കുന്നത് ഈ മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പില്ലാതെ വീസ കിട്ടില്ല. അപ്പോൾ ഈ ട്രാവൽ ലോഗുകൾ എഴുതുന്നവർക്കും അതുപോലെ തന്നെ വീഡിയോ യൂട്യൂബർമാർക്കും എല്ലാം വളരെ പ്രധാനപ്പെട്ട ആളാണ്. കാരണം അവിടെ പോയെങ്കിലല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിന് സഹായങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അവരെ നല്ല രീതിയിൽ സ്വാധീനിക്കാനും പാകിസ്ഥാൻ്റെ പക്ഷം ചേർത്തുള്ള വീഡിയോ ഫുട്ടേജുകൾ അതുവഴി കമൻറ്റുകളുടെ പിൻബലത്തോടു കൂടി കൊടുക്കാനും ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള കൗൺസിലർ ഉമർ ഷെരിയാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ഉമർ ഷെരിയാർ ഇവരുടെ ദോസ്താണ്. അവരുമായിട്ട് വലിയ സൗന്ദര്യം, അത് കാണാൻ നല്ല സുന്ദരിയാണ് ഇവരെ. അതായത് ഈ നമ്മൾ പറഞ്ഞ നഷാബ ഷെഹ്സാദ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടങ്ങളിലെല്ലാം നല്ല സ്വാധീനമാണ്. അപ്പോൾ വീസ ഒരുക്കി കൊടുക്കുക മാത്രമല്ല, ട്രേഡ്, ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പണമാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എല്ലാവരുടെയും വലിയൊരു പ്രലോഭനം എന്ന് പറയുന്നത്. അതിനും വേണ്ട സഹായങ്ങൾ നൽകാൻ ഇവർക്ക് സ്വാധീനമുണ്ട്. ഞങ്ങളുടെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള വഴി ഒരുക്കി കൊടുക്കും. ആ രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവർ. അപ്പോൾ വളരെ ഉന്നതമായ സ്വാധീനമുള്ള ഒരു വ്യക്തി. പിന്നെ ഇതുകൂടാതെ സിഖുകാർക്ക് പാകിസ്ഥാനിലേക്ക് അവരുടെ ഗുരുദ്വാരയിൽ പോകാനുള്ള സഹായം ഒരുക്കി കൊടുത്തു. അങ്ങനെ പോകുമ്പോൾ എന്തിനാ ഇന്ത്യയുമായിട്ട് അവരിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുക, അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നു, ഇന്ത്യ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുക. ആ രീതിയിലുള്ള അവരുടെ ഒരു മനഃപൂർവ്വം സ്പർദ്ധ ഉണ്ടാക്കുക, ഒരു പ്രക്ഷാളനം, മനസ്സിൻ്റെ ഒരു പ്രക്ഷാളനം നടത്തുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ശരിക്കും ഒരു പവർ ബ്രോക്കറാണ്, കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. അതുവഴി പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ളൊരു മനോഭാവം അവർക്കുണ്ടാക്കും. ഇതാണ് നമ്മൾ കണ്ടത്. ജ്യോതി മൽഹോത്രയെ ഇവരാണ് സഹായിച്ചത്. ഈ ജ്യോതി മൽഹോത്രയെ സഹായിച്ചത് അതാണ്. അത് അവരുടെ ആ സ്വാധീനം, ആ ദുസ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവർ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ട്രാവലോഗുകൾ എഴുതി തയ്യാറാക്കിയത്. അങ്ങനെ ഇവിടുത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളടക്കം അങ്ങോട്ടേക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് വലിയ അപകടം പിടിച്ച, കാരണം ഇവർക്ക് ISIയുടെ ഒരു ഏജൻ്റാണെന്നുള്ളത് പലരും അറിയാതെ ആയിരിക്കും ഇത് കൊടുക്കുന്നത്. അങ്ങനെ ISIയിലേക്കാണ് ആ വിവരങ്ങൾ പോകുന്നത്. ISI ഇത് ഷെയർ ചെയ്യുക സ്വാഭാവികമായിട്ടും നമ്മുടെ ശത്രു രാജ്യവും അവരുടെ മിത്ര രാജ്യവുമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടായിരിക്കും. അപ്പോൾ അത് വലിയ അപകടം പിടിച്ച ഒരു കുഴപ്പം. ഇതറിയാതെയാണ് പോയി ഷൂട്ട് ചെയ്തിട്ട് ആൾക്കാർ വന്നിട്ട് അവരുടെ ഈ ബ്ലോഗുകളും ഒക്കെ ഇതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപകടം പിടിച്ച ഒന്നിൻ്റെ നെടും തൂണായിട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിച്ച ആളിൻ്റെ രഹസ്യങ്ങളാണ് ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസി ചോർത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സ്ത്രീ അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, അവർക്കത് പറഞ്ഞല്ലേ പറ്റൂ. കാരണം അത് ഗവൺമെൻറ്റിനും കൂടെ പങ്കുള്ള ഒരു ചാരപ്രവർത്തനമാണ്. ചെയ്ത കുറ്റവാളികളാരും സ്വയം കുറ്റം അങ്ങനെ വളരെ അപൂർവമേ ഉള്ളൂ. അതെ, 100% അത്തരം ഒരു ഏജൻ്റാണ്. അല്ലാതെ ISI ഏജൻ്റ് അല്ലെങ്കിൽ പിന്നെ ഈ സേവനം ഇവർക്ക് ചെയ്യേണ്ട കാര്യം അതാണ്. അത് എന്തായാലും കൃത്യമായിട്ട് തന്നെ നമ്മളത് മുൻകൂട്ടി തന്നെ കണ്ടുപിടിച്ചു. വലിയ അപകടകരമായിട്ടുള്ള രഹസ്യ ചോർത്തലിലേക്ക് പോകാവുന്ന ഒന്നിനെ നമ്മൾ അത് വലിയ അപകടമാവുന്നതിന് മുമ്പേ നുള്ളി കളഞ്ഞു എന്ന് വേണം നമുക്ക് സമാധാനിക്കാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.